അനുമതൊരു നിമിഷം തുടരുക. ഡോക്ടർ എസ് അനൂപ് കുമാർ നമ്മോടൊപ്പമുണ്ട്. എമർജൻസി മെഡിസിൻ വിദഗ്ധനാണ് അദ്ദേഹം. അനൂപ്, നമ്മൾ ഈ നിപ്പയെ നേരിടുന്നത് ആദ്യമല്ല എങ്കിൽ പോലും നമുക്ക് വീണ്ടും ഈ മുൻകരുതലും ജാഗ്രതയും ഒക്കെ അനിവാര്യമാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന മട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? പ്രദേശവാസികൾ ആദ്യം മുൻകരുതൽ എടുക്കേണ്ടത് ഏതൊക്കെ വിധത്തിലാണ്? ഒന്നാമത് നമ്മൾ ഇതിന്റെ ഈ മുമ്പുണ്ടായ ഏകദേശം 5 പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ രോഗസ്ഥിരീകരണം നടന്നു കഴിഞ്ഞു. ഇത് 6ാമത്തെ പ്രാവശ്യമാണ് രോഗസ്ഥിരീകരണം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സമ്പർക്ക പട്ടികയിൽ 100 പേര് 120 പേര് എന്ന നമ്പർ കാണുന്നതോടുകൂടി രോഗം വലിയ രീതിയിലേക്ക് വ്യാപനം നടന്നു എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക വേണ്ട. കാരണം ഈ രോഗ വ്യാപനം നടക്കുന്നത് ഒരു രോഗിയുമായി വളരെ അടുത്ത് യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ അടുത്തുള്ള കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത്. അല്ലാതെ ഒരു ക്ലിനിക്കിൽ ഒരു രോഗി ഉണ്ടായി ആ ക്ലിനിക്കിലേക്ക് വേറൊരു ആള് പോയി, അല്ലെങ്കിൽ രോഗി ചികിത്സയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോയി അല്ലെങ്കിൽ മറ്റൊരാൾ പോയി എന്നുള്ളത് കൊണ്ട് രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നേരെ മറിച്ച് രോഗിയുമായി ഈ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത്, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ, അതായത് ചുമ, അത്തരം രീതിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള സമയത്ത് രോഗിയുമായി മാസ്ക് ഇല്ലാതെ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, അതായത് ക്ലോസ്ഡ് സ്പേസ് എന്ന് പറയും, തുറന്ന സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണ്. നമ്മൾ മുമ്പ് കോവിഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാവുന്ന ആൾക്കാരിലാണ് രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതൽ. പ്രത്യേകിച്ചും ഈ രോഗിയെ ചികിത്സിച്ചിരിക്കുന്ന ഈ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം ഈ മരണപ്പെടുന്നത് വരെയുള്ള സമയത്ത് വളരെ അടുത്ത് ഇടപഴകിയ ആൾക്കാരാണ് ആദ്യം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളവരെ ഹൈ റിസ്ക് കോണ്ടാക്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ രോഗവ്യാപനം നടക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരാശങ്ക വേണ്ട. എന്നിരുന്നാലും അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലുള്ള സമ്പർക്കം നടന്നിട്ടുള്ള ആൾക്കാരിലേക്ക് നിപ്പ സമാനമായ രോഗലക്ഷണങ്ങൾ, നിപ്പ 2 രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് സാധാരണ നിപ്പ രോഗം കാണിക്കാറ്. ഒന്ന് ശ്വാസകോശ സംബന്ധമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. ഈ രീതിയിലാണ് രോഗം ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ശക്തമായ പനി, ശരീരവേദന, അതിന്റെ കൂടെ ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളും, അതിന്റെ കൂടെ തന്നെ ഈ തലച്ചോറിലേക്ക് ഈ വൈറസ് ബാധ വരുന്ന സമയത്ത് ഈ പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസം, ബോധക്ഷയം, അപസ്മാരം, ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് കാണാറ്. അതേപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗലക്ഷണം വരുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മൂർച്ഛിക്കുന്നതും അതേപോലെ തന്നെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും അവസ്ഥയുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിയുമായി വളരെ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് വളരെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അവർ സ്വന്തം തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിന്നിട്ട് അതിനുശേഷം ഒരു ഈ ഐസൊലേഷനുള്ള ഫെസിലിറ്റിയുള്ള സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടർ അനൂപ്, ഈ മാസ്ക് ധരിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ മാസ്ക് പൂർണ്ണമായും ഫലപ്രദമാണോ ഇത്തരത്തിലുള്ള സമ്പർക്കം ഉള്ളവർക്കിടയിൽ, അല്ലെങ്കിൽ കൂടുതൽ വ്യാപനം തടയുന്നതിൽ? വ്യാപനം തടയുന്നതിൽ തീർച്ചയായും മാസ്കിനും പങ്കുണ്ട്. പക്ഷെ മാസ്ക് കൊണ്ട് മാത്രം നമുക്ക് വ്യാപനം തടയാൻ പറ്റില്ല. നമ്മൾ മുമ്പേ കോവിഡിന്റെ കാലത്തൊക്കെ പറഞ്ഞതാണ്, നമ്മുടെ ഇതൊക്കെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. നമ്മുടെ ഈ ശ്വാസകോശങ്ങളിലുള്ള കണികളിലൂടെയാണ് ഈ രോഗവ്യാപനം നടക്കുന്നത്. അപ്പൊ കൈ വൃത്തിയായി സൂക്ഷിക്കുക, അതേപോലെ തന്നെ മാസ്ക് ധരിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ മാസ്ക് നമ്മൾ ഈ രോഗിയുമായി അടുത്ത് ബന്ധപ്പെടുന്ന സമയത്താണ് നമ്മൾ തീർച്ചയായിട്ടും ഈ മാസ്ക് ധരിക്കേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആർക്കൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ കൂടുതൽ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ അനൂപാണ് സംസാരിച്ചത്. അദ്ദേഹം വിശദീകരിക്കുക.